രണ്ടാം ബാർക്കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് മുതിർന്ന കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ ശ്രീ അർജുൻ നമുക്കൊപ്പമുണ്ട്. അർജുൻ, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അർജുന് കൂടി നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ സന്ദേശം വന്നു എന്ന് പറയുന്ന ഗ്രൂപ്പിൽ അതിൻ്റെ അഡ്മിൻ അർജുനായിരുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ വരുന്നത്. അങ്ങനെയാണോ? ഇല്ല, ആദ്യം ഇതെന്താണ് വിഷയം ബാർ അസോസിയേഷനിലുള്ള ഒരാൾ പറയുന്നു, ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ഞാൻ സോ ആൻഡ് സോ ആണ് എന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഇത്രയും രൂപ എല്ലാവരും പിരിച്ച് 2.5 ലക്ഷം രൂപ പിരിച്ച് നമുക്ക് സർക്കാരിന് കൊടുക്കണം, അല്ലെ സർക്കാർ ഭരിക്കുന്ന പാർട്ടിക്ക് കൊടുക്കണം, അതിൽ നിന്ന് ഞങ്ങൾക്ക് 1, 2, 3, 4, 5, 6 കാര്യങ്ങളുടെ ബെനിഫിറ്റ് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സന്ദേശം ഇടുന്ന ആളെ, അതാണല്ലോ കേസ്. അതിൻ്റെ അകത്ത് ഒരു പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അതിൻ്റെ അകത്ത് വരില്ലേ? ആ വകുപ്പ് ചേർത്ത് വച്ച് ഈ പറഞ്ഞ ആളെയും ചേർത്ത് സർക്കാരിൽ അങ്ങനെ ഒരു മണി ട്രെയിൽ ഉണ്ടോ, പൈസ പിരിച്ചിട്ടുണ്ടോ, ആ മണി ട്രെയിലിനെ കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതിന് പകരം വേറെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ഗവൺമെൻറ് അവരുടെ തല ഊരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തല ഊരും തോറും ഇത് കുരുങ്ങി വരുവാണ്. ഇനി വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ കാര്യം, വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞാനില്ല. എനിക്ക് ഈ ലോകത്ത് എല്ലാവർക്കും അറിയുന്ന അർജുന്റെ നമ്പർ ഇല്ല, അർജുൻ ഉപയോഗിക്കുന്ന വാട്സാപ്പ് അതിലില്ല. ഇല്ല, അതുകൊണ്ടെങ്കിൽ അവർ തെളിയിക്കട്ടെ. ആരുടെ വാട്സാപ്പ് അതിലുള്ളത്? അർജുന്റെ ബന്ധുക്കളുടെ ആരുടെ? അല്ല, എൻ്റെ ഇപ്പോൾ നമ്മൾ കല്യാണം കഴിച്ചു, എൻ്റെ വൈഫിൻ്റെ ഫാമിലി പാരമ്പര്യമായിട്ട് അവർ വൈഫിൻ്റെ അപ്പൂപ്പൻ്റെ കാലം മുതൽ ഉണ്ടായിരുന്ന ഒരു ഹോട്ടൽ ബിസിനസ് അവർ നടത്തി പോകുന്നു. അത് 2018 ആയപ്പോഴത്തേക്ക് അൺഫോർച്ചുനേറ്റ്ലി ഫാദർ ഇൻ ലോ ഞങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ് പോകുന്നു. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം അത് വേറെ ഒരു പാർട്ട്ണർ, അവിടെ ആ പ്രസ്ഥാനം ഒരു 10-15 പേര് ചേർന്ന് നടത്തുന്ന, ഫാമിലിയും ഫ്രണ്ട്സുമായിട്ട് ചേർന്ന് നടത്തുന്ന 50 കൊല്ലത്തിന് മേളിൽ പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനം, അത് നടന്നു പോകുന്നു. അതിൻ്റെ അകത്ത് എനിക്ക് എന്ത് ഇൻവോൾവ്മെൻ്റാണ് ഉള്ളത്? അതിൻ്റെ അകത്ത് അദ്ദേഹത്തിന്റെ നമ്പർ വല്ല അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നെങ്കിൽ എനിക്കറിയത്തില്ല, കാണുമായിരിക്കും. ആ നമ്പർ ഇപ്പോൾ ഹാൻഡിൽ ചെയ്യുന്നത് അർജുനാണോ? അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ അത് ആരാ പ്രൂവ് ചെയ്യേണ്ടത്? ധൈര്യം ഉണ്ടെങ്കിൽ ഈ സർക്കാരിനോടും ഈ പോലീസിനോടും പറയാം, ആ നമ്പർ എൻ്റെ കയ്യിലാണെന്ന് അവർ പ്രൂവ് ചെയ്യട്ടെ. വളരെ സിമ്പിൾ അല്ലേ? ഈ പോലീസിൻ്റെ എല്ലാ മെഷീനറി ഉണ്ടല്ലോ, അവർ പ്രൂവ് ചെയ്യട്ടെ. വെറും ടവർ ലൊക്കേഷൻ എടുത്താൽ പോരെ, ആ ഫോൺ എവിടെയാണെന്നും എൻ്റെ ഫോൺ എവിടെ, ബാക്കി യൂസ് ചെയ്യുന്ന ഫോൺ എവിടെയാണെന്നുള്ളത് നോക്കിയാൽ തന്നെ അത് അറിയാമല്ലോ. വ്യക്തമായിട്ട് അത് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ്. അത്രയും ഇതെല്ലാം കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു വിഷയം ഉണ്ടായിട്ടും എന്തുകൊണ്ട് അവർ അതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് തെളിയിക്കുന്നതിന് പകരം ഇത് വളരെ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണല്ലോ. എന്തുകൊണ്ട് എൻ്റെ പേര് ഇതിൻ്റെ അകത്ത് വലിച്ചഴക്കണമെന്നുള്ളത് അത് വളരെ നമുക്ക് സാധാരണ അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും. ഇത് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണ്, ഇന്നയാളും കൂടെ അതിൻ്റെ അകത്തുണ്ട് എന്ന് പറഞ്ഞ് അപമാനിക്കുക എന്നുള്ള. പക്ഷെ അതല്ലല്ലോ, ആള് വാട്സാപ്പ് ഗ്രൂപ്പിലുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല. ഇനി രണ്ടാമത്തെ, ഈ ബിസിനസ് ഇല്ലീഗൽ ബിസിനസ് ആണോ? ഇത് എല്ലാവർക്കും നടത്താൻ പറ്റുന്ന ഒരു ബിസിനസ് അല്ലേ? ഞാൻ ഈ ബിസിനസ്സിൽ ഇൻവോൾവ് അല്ല. എൻ്റെ വൈഫിൻ്റെ കുടുംബത്തിൽ അത് അവർ ലൈസൻസ് ഫീസ് അടച്ച് 19 കൊല്ലമായിട്ട് ഇന്നേ ദിവസം വരെ നിയമം തെറ്റിക്കാതെ നടത്തി പോകുന്ന ഒരു ബിസിനസ് അവർ നടത്തിക്കൊണ്ട് പോട്ടെ. അതിന് എന്തിനാണ് എന്നെ വലിച്ചിടുന്നത്? അതെന്ന് പറഞ്ഞാൽ ഇന്നൊരാളുടെ വ്യക്തിയുടെ മകൻ അർജുൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളെയും കൂടെ ഇതിൻ്റെ അകത്ത് കൂട്ടിക്കെട്ടി ഇതിനെ ഒരു പുകമറ സൃഷ്ടിച്ച് ഗവൺമെൻറ് ഇതിൽ നിന്ന് ഊരാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഇത് ഊരും തോറും അവരുടെ കുരുക്ക് മുറുകുകയാണ്. അവർ ഈ ലോക്സഭാ ഇലക്ഷനിലുള്ള ജനവിധി 18-1 BJPയുടെ ഈക്വലൻ്റ് ആണ്. നമ്മൾ അസംബ്ലി സെഗ്മെൻറ്റ്സ് നോക്കിയാൽ BJPയെക്കാളും കുറവ് അസംബ്ലികളിൽ ലീഡ് ചെയ്തതാണ് CPM. അങ്ങനെ ഒരു അവസ്ഥയിലിരിക്കുന്ന CPM അവരുടെ തലയ്ക്ക് മേളിൽ നിൽക്കുന്ന ഒരു വാളാണ് ഈ പറയുന്ന ലിക്കർ പോളിസി കറപ്ഷൻ കേസ്. ഈ കറപ്ഷൻ കേസിൽ അവർ എന്ത് നടപടിയാണ് എടുത്തത്? ഒരു FIR ഇട്ടോ, ഈ പറയുന്ന വോയിസ് മെസ്സേജ് വന്ന ആളുടെ മൊഴിയെടുത്തോ, ഈ അസോസിയേഷൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻ്റെ മൊഴിയെടുത്തോ, അവർക്കെതിരെ ഇങ്ങനെ ഒരു പൈസ പിരിവ് നടന്നിട്ടുണ്ടോ, അത് ഗവൺമെൻറ്റിന് വേണ്ടി കൊടുക്കാൻ വേണ്ടി പിരിച്ച പൈസയാണോ, അല്ലെ ഇവർ സ്വന്തമായിട്ട് പിരിച്ച് പോക്കറ്റിൽ വെച്ചതാണോ, അല്ലെ ഈ അവർ പിരിച്ചിട്ട് ആ പൈസ അവർ ഗവൺമെൻറ്റിലുള്ള അല്ലെ ഭരിക്കുന്ന പാർട്ടിയുടെ ആർക്കെങ്കിലും ഈ പൈസ കൈമാറിയിട്ടുണ്ടോ, അതിനെക്കുറിച്ചല്ലേ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത്. ഈ ഗ്രൂപ്പിൽ ഈ ഓഡിയോ ക്ലിപ്പ് വന്നപ്പോൾ അർജുൻ അത് കേട്ടിരുന്നു? ഇല്ല, ആ ഫോൺ എൻ്റെ കയ്യിൽ ഇല്ല. ഇല്ലാത്തൊരു ഉപയോഗിക്കുന്ന ആ ഫോൺ ഉപയോഗിക്കുന്ന ആ നമ്പർ ഉപയോഗിക്കുന്നു. എൻ്റെ ഫാദറിലേക്ക് വേറെ ബിസിനസ്സുകളും ഉണ്ട്. അവർ ഫാമിലി പരമായിട്ട് അവർ തൊടുപുഴയിലാണ് താമസിക്കുന്നത്. മൂവാറ്റുപുഴയിലും കാര്യങ്ങളുണ്ട്, ഒരു പ്രസ്ഥാനമുണ്ട്. അപ്പം അവിടെയും തൊടുപുഴയും മൂവാറ്റുപുഴ ഞാൻ പറഞ്ഞില്ലേ
ടവർ ലൊക്കേഷൻ നോക്കിയാൽ അറിയാമല്ലോ ആ ഫോൺ ആരുടെ കയ്യിലാണ് ഉള്ളതെന്നുള്ള ടവർ വൈഫിന്റെ ബന്ധുക്കൾ തന്നെ ആയിരിക്കും ആ നമ്പർ ഉപയോഗിക്കുന്നത് അല്ലേ? അങ്ങനെ ആ തീർച്ചയായും അത് 10-20-25 വർഷമായിട്ട് എൻ്റെ ഫാദറിലോ ഉപയോഗിച്ചുകൊണ്ട് വരുന്ന നമ്പറാണ്. അതൊരു എന്താ ഒഫീഷ്യലായിട്ട് ആൾക്കാർ വിളിക്കുന്നതും കാര്യങ്ങളും ബിസിനസ് റിലേറ്റഡ് ആയിട്ട് വിളിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി അവർ അവിടെ ഉപയോഗിക്കുന്നത്. അവർക്കെല്ലാം പേഴ്സണലായിട്ട് വേറെ നമ്പറുകൾ കാണുമായിരിക്കും. അതുണ്ട്. ഇത് വളരെ ഒരു ഒഫീഷ്യലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു നമ്പർ. അത് ഞാൻ പറഞ്ഞില്ലേ, ടവർ ലൊക്കേഷൻ. ഞാൻ ഇന്ത്യ ഒട്ടാകെ ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ സാധാരണ ഉപയോഗിക്കുന്ന ഫോൺ നമ്പർ ഏറെക്കുറെ എല്ലാവർക്കും അറിയാം. ആ നമ്പറിൻ്റെ ടവർ ലൊക്കേഷനും ഈ പറയപ്പെടുന്ന നമ്പറിൻ്റെ ടവർ ലൊക്കേഷൻ നോക്കിയപ്പോൾ ഇത് വളരെ ഏത് മനുഷ്യൻ, ഞാൻ പറഞ്ഞില്ല, അരിയാഹാരം കഴിക്കുന്ന ഏത് മനുഷ്യനും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇത് അറിയാത്ത പോലീസ് ഓഫീസറൊന്നുമല്ലല്ലോ. ഈ പോലീസ് ഓഫീസേഴ്സിനോ ഒരു മിനിമം ക്വാളിഫിക്കേഷൻ ഇല്ലാതെ അവർ പോലീസ് ഓഫീസറോ ആവത്തില്ലല്ലോ. അവർക്ക് ഈ ലോജിക്ക് ഉപയോഗിക്കാനുള്ള സെൻസും ഉണ്ടല്ലോ. ഇത് അവരുടെ ബുദ്ധിയല്ല, ഇത് അവരുടെ മേളിലുള്ള ആൾക്കാരുടെ ബുദ്ധിയാണ്. ഇത് ചുമ്മാ ഒരു വെള്ളം കലക്കി മീൻ പിടിക്കുക, കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുക എന്നുള്ള പരിപാടിയാണ്. അത് നടക്കത്തില്ല. ജനത്തിന് അത് മനസ്സിലാവും. ഈ ഓഡിയോ സന്ദേശം എന്തായിരുന്നാലും കുടുംബത്തിലുള്ള ആരെങ്കിലും കേട്ടിരിക്കണം. കാരണം ആ നമ്പർ ഉള്ളത് കൊണ്ട് തന്നെ താങ്കളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരെങ്കിലും കേട്ടിരിക്കണം. അതിൽ മനസ്സിലാക്കുന്നത് എന്താണ്? അതായത് ഈ ഫെഡറേഷൻ്റെ ആളുകൾ പറയുന്നത് കെട്ടിട നിർമ്മാണ ഫണ്ടിന് വേണ്ടിയുള്ള പിരിവാണ് എന്ന് അനുമോനും പിന്നീട് തിരുത്തി. പക്ഷേ ഇതിൽ ആദ്യത്തെ ക്ലിപ്പിൽ കൃത്യമായി പറയുന്നത് നമ്മൾ പണം കൊടുത്താൽ നമുക്ക് തിരിച്ച് കുറച്ച് സഹായം കിട്ടും, ആ പണപ്പിരിവ് വേഗത്തിലാക്കണമെന്നുള്ളതാണ് അതിൽ രത്ന ചുരുക്കം. ഈ പിരിവ് നടന്നത് എന്തിനു വേണ്ടിയെന്നാണ് അർജുൻ മനസ്സിലാക്കുന്നത്? അല്ല, ഇങ്ങനെ നമ്മൾ ആ ഓഡിയോ ക്ലിപ്പ് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. അറിയാത്ത വിഷയത്തെ എനിക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. രണ്ടാമത്തെ വിഷയം, ഓഡിയോ ക്ലിപ്പ് ഞാനും കേട്ടിട്ടുണ്ട്, താങ്കളും കേട്ടിട്ടുണ്ട്. ഈ ലോകത്തുള്ള, ഈ കേരളത്തിലുള്ള മലയാളം അറിയുന്ന എല്ലാവരും അത് കേട്ടിട്ടുണ്ട്. വളരെ വൈറലായിട്ടുള്ള ഒരു ഓഡിയോ ക്ലിപ്പുമാണ്. അതിൻ്റെ അകത്ത് വ്യക്തമായിട്ട് പറയുന്നല്ലോ, ഞാൻ ഇന്ന ആളാണ്, ഞാൻ ഇന്ന പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന ആളാണ്, ഇത്ര 2.5 ലക്ഷം രൂപ വച്ച് പിരിച്ച് ഇതുവരെയായിട്ടും ആരും തന്നില്ല, ഒരു ഗ്രൂപ്പ് മാത്രം തന്നിട്ടുണ്ട്. ആ പൈസ ബാക്കി കേരളം ഒട്ടാകെ 1/3 പൈസ പിരിച്ചു. അപ്പോൾ ഈ പിരിച്ച പൈസ എവിടെ? ആ പൈസ പിരിച്ചത് ആരുടെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നു? അത് ഈ സർക്കാരിലുള്ള ആർക്കെങ്കിലും ഈ പൈസ കൊടുത്തിട്ടുണ്ടോ? ഈ ഭരിക്കുന്ന സർക്കാരിൻ്റെ പാർട്ടി CPM ആർക്കെങ്കിലും ഈ പൈസ കിട്ടിയിട്ടുണ്ടോ? അതിനെക്കുറിച്ചല്ലേ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത്. ഇത് ഓഡിയോ ക്ലിപ്പ് കേട്ടതാണോ തെറ്റ്? അങ്ങനെയാണെങ്കിൽ ഈ കേരളത്തിലുള്ള എല്ലാവർക്കെതിരെയും കേസ് എടുത്തോട്ട്. നമ്മുടെ ഈ ഹോട്ടൽ ഇങ്ങനെ പണം കൊടുത്തിട്ടുണ്ടോ? അവർക്ക് ഈ കെട്ടിട നിർമ്മാണത്തിനായിട്ടോ അല്ലെങ്കിലോ ഈ സമീപകാലത്തൊക്കെ ഫണ്ട് നൽകിയിട്ടുണ്ടോ? ഇതുപോലത്തെ ഒരു ഇതിന് ഞാൻ ഇതിൻ്റെ അകത്ത് ഈ ഹോട്ടൽ ബിസിനസ്സിൽ ഞാൻ 0% ഇൻവോൾവ്മെൻ്റ് ആണ് എൻ്റെയും എൻ്റെ ഫാമിലിക്കും ഉള്ളത്. അത് ഈ ഒരു മരണശേഷം അത് വേറൊരാളാണ് നോക്കുന്നത്. അതിനെക്കുറിച്ച് എനിക്ക് കമൻറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു ഡേറ്റ എൻ്റെ കയ്യിലില്ല. വേണം അന്വേഷിച്ചിട്ട് പറയാം എന്നുള്ളതല്ലാതെ എനിക്ക് അതിനെക്കുറിച്ച് ഇല്ല. രണ്ടാമത്തെ വിഷയം, ഈ ഓഡിയോ ക്ലിപ്പിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരു ഗ്രൂപ്പ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പം അതിൻ്റെ അർത്ഥം ബാക്കി ആരും കൊടുത്തിട്ടില്ല എന്നുള്ളതല്ലേ. ആദ്യം 1 ലക്ഷം രൂപ വീതം പിരിച്ചു എന്ന് പറയുന്നു. ആ തുക കൊടുത്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയാമോ? ഇങ്ങനെ ഒരു കറപ്ഷന് ഞാൻ ഒരിക്കലും കൂട്ടുനിൽക്കത്തില്ല. 2, ഇങ്ങനെ ഒരു വിഷയം എനിക്ക് അറിയത്തുമില്ല. അപ്പോൾ അറിയാത്തൊരു വിഷയത്തിൽ ഞാൻ എങ്ങനെ കമൻറ്റ് ചെയ്യുമെന്നുള്ളതാണ് താങ്കൾ പറയുന്നത്. ഇതിപ്പോൾ നിയമപരമായിട്ട് താങ്കളിപ്പോൾ വെള്ളിയാഴ്ച താങ്കൾക്ക് നോട്ടീസ് കൈപ്പറ്റിയില്ല, അതുകൊണ്ട് ഇമെയിൽ അയച്ചു, വെള്ളിയാഴ്ച ജവഹർലാലിലെ ഓഫീസിലേക്ക് ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായി ഹാജരാകുമോ? തുടർന്നുള്ള നിയമ നടപടികൾ എങ്ങനെയാണ്? അല്ല, ഞാൻ എന്തിന് ഹാജരാവണം? അവരിങ്ങോട്ട് വന്നോട്ടെ, ചോദിച്ചാൽ ഞാൻ അതിനുള്ള മറുപടി പറയും. എന്താണെന്നുള്ള അവർ ചോദിച്ചതിന് ഞാൻ മറുപടി തീർച്ചയായിട്ടും പറയും. ആസ് എ റെസ്പോൺസിബിൾ സിറ്റിസൺ, നമുക്ക് നമ്മൾ ലോ അബൈഡിങ് സിറ്റിസൺ ആയതുകൊണ്ടും ഇവിടുത്തെ പോലീസ് മെഷീനറിയോട് സഹകരിച്ച് തന്നെ മുന്നോട്ട് പോകും. അതിൻ്റെ അകത്ത് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. പക്ഷെ ഇതിനെ ഒരു പൊളിറ്റിക്കൽ ആംഗിളോടെ ഇത് മറ്റൊരാളെ തലയിലോട്ട് വയ്ക്കാൻ, പൈസ ഒരാൾ മേടിച്ച് പോക്കറ്റിൽ വെച്ചിട്ട് മറ്റൊരുതേ അവൻ കള്ളൻ എന്ന് പറയുന്ന പരിപാടി നടക്കില്ല. താങ്കളെ കൊണ്ട് ഇതിനകത്ത് ഇടുന്നത് ഇപ്പോൾ UDF എടുത്തിട്ടുള്ളൊരു നയമുണ്ട്. കാരണം സഭയ്ക്കുള്ളിൽ ഇന്നലെ അതിശക്തമായ പ്രതിഷേധം, പുറത്തും പ്രതിഷേധം ഉണ്ടാകുമെന്ന് UDF പറയുന്നു. അതിൻ്റെ മുനയൊടിക്കുന്നതിന് വേണ്ടിയാണോ ഇങ്ങനൊരു നീക്കമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇല്ല, ഇത് തീർച്ചയായിട്ടും ഒരു ഡൈവേഷണറി ടാക്ടിക്സ് ആണ്. ഇന്ന് വലിയ സമരം നടക്കാൻ പോകുന്നു. ഇന്നലെ സഭയിൽ വലിയ പ്രക്ഷോഭം നടന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രക്ഷോഭങ്ങളും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ ഇനി വരുന്ന ദിവസങ്ങളിലേക്ക് ഇതൊരു മേജർ കറപ്ഷൻ ചാർജാണ് ഈ ഗവൺമെൻറ്റിനെതിരെ ഉള്ളത്. ഇതിൽ നിന്ന് ഊരാൻ വേണ്ടി അവർ മാക്സിമം ശ്രമിക്കും. നടക്കില്ല.
പബ്ലിക്കിനറിയാം, ജനത്തിനറിയാം ഇതിൻ്റെ വസ്തുത എന്താണെന്നുള്ളത് എല്ലാവരും കേട്ടിട്ടുള്ളതാണല്ലോ. ഇനി ഇവർ പറയുന്നത് എന്നെ ഇതിൻ്റെ അകത്ത് ചേർക്കാൻ ശ്രമിക്കുന്ന അതേ ഇത് തന്നെ കേരളത്തിലുള്ള 3.5 കോടി ആൾക്കാർക്കെതിരെയും എടുക്കേണ്ടി വരും. ഞാനും കേട്ടിട്ടുണ്ട്, ടി വി കൂടെ കേട്ടിട്ടുണ്ട്, അതേപോലെ ബാക്കിയുള്ളവരും കേട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ വിളിച്ചു ചോദിച്ചാൽ നമുക്ക് എല്ലാവരും കൂടെ കൂട്ടമായിട്ട് പോയി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. ഈ ഹോട്ടലിന്റെ ലൈസൻസ്, അതിന്റെ ബാറിന്റെ ലൈസൻസ് ഇപ്പോൾ നിലവിൽ ആരുടെ പേരിലാണ്? നിലവിൽ എനിക്കറിയത്തില്ല, അവിടെ പോയി നോക്കിയാലേ അറിയത്തുള്ളൂ. ഏതാണെങ്കിലും എൻ്റെ പേരിലല്ല, അത്ര എനിക്ക് ഞാൻ ഏതാണ് എൻ്റെ പേരിലല്ല എന്നുള്ള ഒരു ഗ്യാരണ്ടി എനിക്ക് തരാൻ പറ്റും. ഏതായാലും അർജുൻ കൃത്യമായ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ, അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു നമ്പരും ആ ഗ്രൂപ്പിലില്ല. അതിൽ ഉണ്ട് എന്ന് പറയുന്ന നമ്പർ ഉപയോഗിക്കുന്നത് അദ്ദേഹവുമല്ല. ഇപ്പോഴുള്ളത് കൃത്യമായ രാഷ്ട്രീയ തന്ത്രമാണ്. അതിൻ്റെ മുനയൊടിക്കാനുള്ള, UDFിൻ്റെ പ്രക്ഷോഭത്തിൻ്റെ മുനയൊടിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന വാദം അദ്ദേഹം തറപ്പിച്ച് പറയുകയും ചെയ്യുന്നു. സി വിനോദിനൊപ്പം BV വിനോദ്, News 18 തിരുവനന്തപുരം.